നമസ്കാരം. അഭിമാന നേട്ടം സ്വന്തമാക്കി ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ സ്വന്തമാക്കിയത്. ഓസ്ലോയിൽ നടന്ന ടൂർണമെന്റിന്റെ അവസാന റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ കിരീടം നേടിയത്. 18 പോയിന്റുകൾ നേടിയാണ് 20-കാരനായ പ്രജ്ഞാനന്ദ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത്. അവസാന റൗണ്ട് ആരംഭിച്ചപ്പോൾ 15 പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്തായിരുന്ന പ്രജ്ഞാനന്ദ നിർണായക മത്സരത്തിൽ ക്ലാസിക്കൽ വിഭാഗത്തിൽ 3 പോയിന്റ് നേടി വിജയം സ്വന്തമാക്കി. 2013 നോർവേ ചെസ് ടൂർണമെന്റ് ആരംഭിച്ചത്. രണ്ടാം തവണയാണ് ഈ ടൂർണമെന്റിൽ പ്രജ്ഞാനന്ദ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ ചെസ് ഇതിഹാസ താരം വിശ്വനാഥൻ ആനന്ദിനോ നിലവിലെ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിനോ നേടാൻ കഴിയാത്ത കിരീടമാണ് പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയത്. മൂന്നാം തവണ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഡി ഗുഗേഷിൻ അവസാന റൗണ്ടുകളിൽ കാലിടറിയെങ്കിലും പ്രജ്ഞാനന്ദ അഭിമാന നേട്ടം സ്വന്തമാക്കുകയായിരുന്നു. തുടർച്ചയായ മത്സരങ്ങൾ കാരണം മാനസികമായും ശാരീരികമായും താൻ കടുത്ത ക്ഷീണിതനായിരുന്നുവെന്നും എന്നാൽ നോർവേയിലെ ഈ അവിശ്വസനീയ വിജയം തനിക്ക് പുതിയ ഊർജ്ജം നൽകിയെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞു. കരിയറിലെ ഏറ്റവും വലിയ കിരീടം എങ്ങനെ ആഘോഷിക്കാനാണ് പ്ലാൻ എന്ന മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് നിലവിൽ എനിക്ക് കടുത്ത വിശപ്പുണ്ട്, അതുകൊണ്ട് ആദ്യം പോയി എന്തെങ്കിലും കഴിക്കണം എന്നായിരുന്നു 20-കാരനായ താരം ചിരിയോടെ മറുപടി നൽകിയത്. ജൂൺ മാസം തനിക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരുന്ന അമ്മ നേരത്തെ പ്രവചിച്ചിരുന്നതായും താരം വെളിപ്പെടുത്തി. ജൂൺ 1 അലിറൈസയുമായുള്ള മത്സരത്തിന് മുൻപ് അമ്മയോട് സംസാരിച്ചിരുന്നു. ജൂൺ മാസം നിനക്ക് നല്ലതായിരിക്കുമെന്ന് അമ്മ പറഞ്ഞു. ഈ ട്രോഫി നേടാനായതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ലെന്നും ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പോലും ഞെട്ടിച്ച് വെറും 1% സാധ്യതയിൽ നിന്നും പ്രജ്ഞാനന്ദ നോർവേയിൽ ചരിത്ര കിരീടം തൂക്കിയതിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയായിരുന്നു. നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടമാണ് ആർ പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയത്. ടൂർണമെന്റിന്റെ ആദ്യ പകുതിയിൽ ചില തിരിച്ചടികൾ നേരിട്ടെങ്കിലും അവസാന ഘട്ടത്തിൽ അസാധ്യമായ പോരാട്ട വീര്യത്തോടെ തുടർച്ചയായി 4 മത്സരങ്ങൾ വിജയിച്ചാണ് പ്രജ്ഞാനന്ദ കിരീടത്തിൽ മുത്തമിട്ടത്. നിർണായകമായ അവസാന റൗണ്ടിൽ വിൻസെന്റ് കീമറെയാണ് താരം തകർപ്പൻ പ്രകടനത്തിലൂടെ പരാജയപ്പെടുത്തിയത്. കിരീടമുറപ്പിക്കാൻ പ്രജ്ഞാനന്ദയ്ക്ക് അവസാന മത്സരത്തിൽ വിജയം മാത്രം പോരായിരുന്നു. കിരീട പോരാട്ടത്തിലുണ്ടായിരുന്ന വെസ്ലി സോ അലിറസ ഫിറോസ്ജ മത്സരം സമനിലയിലാക്കുകയോ വെസ്ലി തോൽക്കുകയോ ചെയ്യണമായിരുന്നു. ആ മത്സരത്തിന്റെ തത്സമയ അപ്ഡേറ്റുകൾ താൻ അതീവ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നുവെന്നും പ്രജ്ഞാനന്ദ വെളിപ്പെടുത്തി. വെസ്ലി സോയുടെ മത്സരം അമ്മ ഗെദോനിലേക്ക് നീങ്ങിയപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. എങ്കിലും ആ മത്സരഫലം എൻ്റെ നിയന്ത്രണത്തിലല്ലായിരുന്നുവെന്നും പ്രജ്ഞാനന്ദ പറയുന്നു. വിൻസെന്റ് കീമറെ തോൽപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം. വെസ്ലി സമനില വഴങ്ങിയതിൽ സന്തോഷമുണ്ടായിരുന്നു, എന്നാൽ എനിക്ക് എൻ്റെ കളി ജയിക്കണമായിരുന്നു. ഞാൻ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും പ്രജ്ഞാനന്ദ പറഞ്ഞു. ഫിറോസ്ജയ്ക്കെതിരെ മത്സരത്തിന് ശേഷം പ്രജ്ഞാനന്ദ തുടർച്ചയായി 4 ക്ലാസിക്കൽ ഗെയിമുകൾ ജയിക്കാൻ വെറും 1% സാധ്യത മാത്രമേ ഉള്ളായിരുന്നുവെന്നും വെസ്ലി സോ പ്രവചിച്ചിരുന്നു. ഇതിനോട് ചിരിച്ചുകൊണ്ടായിരുന്നു പ്രജ്ഞാനന്ദയുടെ പ്രതികരണം. 1% എന്നത് വളരെ വലിയൊരു പ്രവചനമാണ്. ഇത്രയും കരുത്തരായ കളിക്കാർക്കെതിരെ തുടർച്ചയായി 4 മത്സരങ്ങൾ ജയിക്കുക എന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. മുൻ റൗണ്ടുകളിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനോടും ഡി ഗുഗേഷിനോടും പരാജയപ്പെട്ട ശേഷമാണ് പ്രജ്ഞാനന്ദ ടൂർണമെന്റിലേക്ക് അതിശക്തമായി തിരിച്ചു വന്നത്. ഈ മാന്ത്രിക മാറ്റത്തിന് പിന്നിൽ അത്ഭുത വിദ്യകളൊന്നുമില്ലെന്നും താരം വ്യക്തമാക്കുന്നു. ആദ്യ പകുതിയിലും ഞാൻ നന്നായി തന്നെയാണ് കളിച്ചത്, എന്നാൽ സമയക്രമം പാലിക്കുന്നതിൽ ചില പാളിച്ചകൾ പറ്റി. രണ്ടാം പകുതിയിൽ വേഗത്തിൽ കളിക്കാനും സമയം കൃത്യമായി കൈകാര്യം ചെയ്യാനും ബോധപൂർവ്വം ശ്രമിച്ചു. അത് കൃത്യമായി ഫലം കണ്ടുവെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞു.